Dear students, coefficient of correlation ആയി ബന്ധപ്പെട്ട രണ്ട് പുതിയ കോൺസെപ്റ്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ് QT 2.6 നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ രണ്ട് കോൺസെപ്റ്റ്സ് ഒന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷനും മറ്റൊന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷനും ആകുന്നു. At first, let us see what is coefficient of determination. Coefficient of determination is the square of coefficient of correlation. It is denoted by R square. And this coefficient of determination gives the percentage variation in the dependent variable in relation with the independent variables. In other words, it gives the ratio of the explained variance to the total variance. അതായത് ടോട്ടൽ വേരിയൻസിൽ എത്രത്തോളം വേരിയേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ വ്യക്തമാക്കി തരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ആർ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആർ ഈക്വൽ ടു 0.9, then r square is equal to 0.9 square means 0.81. This 0.81 means 81% of the variation in the dependent variable has been explained by the independent variable. Clear? Coefficient of determination r square is equal to explained variance divided by total variance എന്ന് നമുക്ക് പറയാം. കാരണം ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ വേരിയൻസിൽ എക്സ്പ്ലെയിൻഡ് വേരിയൻസ് എത്രത്തോളം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിച്ച ഈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81% എന്ന് പറഞ്ഞാൽ 100-ൽ 81% വേരിയൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷന് മറ്റൊരു രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, അതായത് എക്സ്പ്ലെയിൻഡ് വേരിയൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വേരിയൻസ്. ഓക്കെ, ആൻഡ് ആസ് ദിസ് coefficient of determination is the square of coefficient of correlation, it is always a positive value. Clear? എന്താണ് coefficient of determination എന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം, coefficient of non determination. Coefficient of non determination is denoted by k square. എന്താണ് ഈ coefficient of non determination? Coefficient of non determination or k square is equal to 1 minus coefficient of determination or 1 minus r square എന്ന് പറയാം. It gives the ratio of unexplained variance to the total variance. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൽ വരുന്ന ടോട്ടൽ വേരിയൻസിൽ എത്രത്തോളം വേരിയേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ സൂചിപ്പിക്കുന്നത്. നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ നമുക്കെടുക്കാം. ഇഫ് ആർ ഈക്വൽ ടു 0.9, then r square is equal to 0.81. This means 81% of the variation in the dependent variable has been explained by the independent variable. Okay, അപ്പോൾ മൊത്തം ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ വരുന്ന വേരിയേഷൻ്റെ 81% നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനർത്ഥം കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ 100% മൈനസ് ദിസ് ആർ സ്ക്വയർ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ 81% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 19% ഉണ്ടാവും, അതായത് 0.19 പോർഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 19% സൂചിപ്പിക്കുന്നത് ദി വേരിയേഷൻ ഇൻ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഹാസ് നോട്ട് ബീൻ എക്സ്പ്ലെയിൻഡ് ബൈ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന വേരിയേഷൻ്റെ 19% നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുള്ളതല്ലാത്ത മറ്റ് റീസൺ കൊണ്ടാണ് ഈ 19% വേരിയേഷൻ സംഭവിക്കുന്നത് എന്നർത്ഥം. നമുക്ക് അത് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെയുള്ള വേരിയേഷനാണ് 19%. ഓക്കെ, ആ അർത്ഥത്തിൽ കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ ഈസ് ഈക്വൽ ടു അൺഎക്സ്പ്ലെയിൻഡ് വേരിയൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വേരിയൻസ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻഡ് വേരിയൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വേരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷനും ഈ രണ്ട് കോൺസെപ്റ്റും
ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യാം. If Karl Pearson's coefficient of correlation is 0.7, compute coefficient of determination and coefficient of non-determination. Coefficient of determination is equal to r square. Here r is equal to 0.7. Therefore, r square is equal to 0.49. അപ്പോൾ 0.49 or 49%. എന്താണ് ഈ 49% സൂചിപ്പിക്കുന്നത്? It means the variation in the dependent variable has been explained by the independent variable. 49% നമുക്ക് മൊത്തം ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ വരുന്ന വേരിയേഷൻ്റെ 49% നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ നോൺ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 49% കഴിച്ചുള്ള 51%. ഓക്കെ, അപ്പോൾ ദിസ് മീൻസ് 51% ഓഫ് ദി വേരിയേഷൻ ഇൻ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഹാസ് നോട്ട് ബീൻ എക്സ്പ്ലെയിൻഡ് ബൈ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനകത്ത് വരുന്ന ടോട്ടൽ വേരിയേഷൻ്റെ 51% നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട് എന്നർത്ഥം. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. വി ആർ ഗിവൺ ദി ഫോളോയിങ് ഡാറ്റ: എക്സ് 55, 80, 75, 40, 100, 50, 60, 85, 95 and 70. Corresponding y variable values are 45, 100, 80, 50, 105, 50, 70, 90, 90 and 60. Compute Karl Pearson's coefficient of correlation and examine whether the value is significant. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, അത് കണ്ടുപിടിക്കുക. പിന്നെ വെദർ ദി വാല്യൂ ഈസ് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് പരിശോധിക്കുക. അത് അതിൻ്റെ സഹായത്തോടു കൂടിയ സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെലവൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക കൃത്യത, ആക്യുറസി നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അതിനാണ് നമ്മൾ പ്രോബബിൾ എറർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രോബബിൾ എറർ ഉപയോഗിച്ച് നമുക്കറിയാം 6 ടൈംസിലും കൂടുതലാണ്, പിയുടെ 6 ടൈംസിലും കൂടുതലാണ് 6 എങ്കിൽ നമുക്ക് ആ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ വാലിഡ് ആണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ്, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതുപോലെ മറ്റൊന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ഇപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞാൽ r² ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ കണ്ടുപിടിക്കാം. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ 1 - r² ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പുതിയ ഭാഗം തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.